ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളൊരു 30 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 6 ആണ്. അപ്പോൾ ഡേ 6-നുള്ള ടോപ്പിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഡേ 7 പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡേ 6 എല്ലാവരും പഠിച്ചു തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഡേ 7 പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ നോട്ട്സും PDF കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിലൂടെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ടേബിൾ നോക്കാം. ഡേ 7 പഠിക്കേണ്ട ടോപ്പിക്സ് നോക്കാം. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, ലിസ്റ്റ്, യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുള്ളൂ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി, ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇത്രയും ഭാഗം വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഭാഗം വരുന്ന +1 ചാപ്റ്റർ 7 ഉണ്ട്, ഫെഡറലിസം. ഓക്കെ, +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 7 ഫെഡറലിസം നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ചാപ്റ്റർ 8 പ്രാദേശിക ഗവൺമെൻറ്റുകൾ. ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ 2 ചാപ്റ്റർ പഠിക്കുക. പിന്നെ +2 ചാപ്റ്റർ 6 ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി, അങ്ങനെ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ +2 ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ പറ്റുന്ന രീതിക്ക് എടുക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നമുക്ക് എമർജൻസിനെ കുറിച്ചിട്ടാണ് നല്ല രീതിയിൽ തന്നെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി. അപ്പോൾ എമർജൻസിനെ കുറിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. ഇല്ലെങ്കിൽ ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സ് ഷെയർ ചെയ്ത് തന്നേക്കാം. നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ ക്ലാസ് തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത് കേട്ടോ. +1 ചാപ്റ്റർ 7 ഫെഡറലിസം, ചാപ്റ്റർ 8 പ്രാദേശിക ഗവൺമെൻറ്റുകൾ, +2 ചാപ്റ്റർ 6 ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി. ഓക്കെ, ഇനി സിവിക്സിൽ നമുക്ക് വരുന്നത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് ഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, തൊഴിൽ പദ്ധതികൾ, തണ്ണീർത്തട സംരക്ഷണം. ഇത്രയും ടോപ്പിക്സ് ആണ് സിവിക്സിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിവിക്സിൻ്റെ ഭാഗത്ത് പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ് പറയാം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 പഠിക്കുക, സാമ്പത്തിക സ്രോതസ്സുകൾ. 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 12 പഠിക്കുക, ഭൂമിയിലെ ജലം. 9th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 പഠിക്കുക, നല്ല നാളേക്കായി. ഇത്രയും ചാപ്റ്റേഴ്സാണ് സിവിക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് SCERTയിൽ വരുന്നത്. ഓക്കെ, 3 ചാപ്റ്റേഴ്സാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ 7ാം ക്ലാസ്, ഭൂമിയിലെ ജലം 8ാം ക്ലാസ്, നല്ല നാളേക്കായി 9th സ്റ്റാൻഡേർഡ്. ഓക്കെ, പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ഫങ്ഷൻസ്, എക്സാമ്പിൾസ്. ഇത്രയാണ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. ദെൻ മാത്സിൽ പഠിക്കേണ്ട ടോപ്പിക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയാണ്. ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് പഠിക്കുക. മലയാളത്തിൽ വിപരീത പദം. സ്പോർട്സിൽ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ എന്നിവ പഠിക്കുക. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. മാത്സിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും. ഇംഗ്ലീഷിലെ കൺഫ്യൂഷൻസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്. മലയാളത്തിൽ വിപരീത പദം. സ്പോർട്സിലെ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. അപ്പോൾ സ്പോർട്സിൻ്റെ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറൻ്റ്ലി എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ ഭാഗം നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അതല്ലാതെ നമ്മൾ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് നമ്മൾ ടൈം ടേബിൾ തരുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7th ഡേയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടോപ്പിക്സ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാം തന്നെ ലിങ്ക് ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കാണുക. ഇനി നമ്മൾ എടുക്കാത്ത ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എടുക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരും. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇതുവരെയും നമ്മൾ ചെയ്തു. ഡേ 6 വരെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഡേ 7 നാളെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ആ വീഡിയോസും കണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്